ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ത്രെഡും ബീഡ്സൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി പാർട്ടി വെയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് യോഗ് ഡിസൈനാണ്. ഫുള്ളും ഞാനിത് മെറ്റീരിയലിൽ തന്നെയാണ് ഡയറക്റ്റ് വർക്ക് ചെയ്ത് കാണിക്കുന്നത്. പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതല്ല റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയറോ ഏതാണ് ഇഷ്ടം അത് ചെയ്യാം കേട്ടോ. പിന്നെ യോക്ക് ഒരു 14 ഇഞ്ചസിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 14 ഇഞ്ച് വരെയും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില റൗണ്ട്സിൽ ഞാൻ ഇതുപോലെ രണ്ട് സൈഡ് ചെറിയൊരു ഈ ഒരു ഷേപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യേണ്ടതാട്ടോ. സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുക, ചുറ്റിനും റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഷേപ്പ് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റിംഗ് നോട്ടിലും നമ്മളങ്ങനെ ചെയ്യുന്നില്ല, ചില ഭാഗത്ത് മാത്രമേ നമ്മൾ ലേസി ഡേസി കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ഈ ഏരിയസിലൊക്കെ നമ്മൾ ഷുഗർ ബീഡ്സും മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ്സും വെച്ച് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം യോക്ക് 14 ഇഞ്ചിൽ നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് തന്നെ ഈ ഒരു 2-3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഓരോ റൗണ്ട് കൊടുക്കുക. ചിലയിടത്ത് മാത്രം ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഷേപ്പും കൊടുത്തെടുക്കുക. ഫുള്ളും നമുക്ക് പിന്നെ ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തെടുക്കേണ്ടത്. അപ്പം മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് വേണം. നോർമൽ റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളറ് മെറൂൺ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കളറ് ബീഡൂടെ വേണം കേട്ടോ. മെറൂൺ കളർ റൗണ്ട് ബീഡ്സ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നീഡിൽ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് നീഡിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ഹോള് വലിപ്പമുള്ള നീഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന നീഡിൽ നമ്പർ 12 ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഗോൾഡൻ ബീഡ് വേണം, ത്രെഡ് വേണം, നമുക്ക് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വേണം. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുന്നത് നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. ഇത് യാമിയുടെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവറിന് ഫസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഹോള് വലിപ്പമുള്ള ബീഡായതുകൊണ്ട് നമ്മൾ ഈ ഒരു നീഡിലൂടെ തന്നെയാണ് ഈ ഗോൾഡൻ ബീഡും കടത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളിതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ലേസി ഡേസി സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ റൗണ്ടഡ് പോർഷനിലും നമ്മളിതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ റൗണ്ടഡ് പോർഷനിലും റിംഗ് നോട്ട് ഫ്ലവറും ഇടയ്ക്ക് മാത്രം നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒത്തിരി തിക്കായിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട.
ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു ഗ്യാപ്പ് കൊടുത്ത് വെച്ച് പോയാൽ മതി കേട്ടോ. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് ബീഡ് വെച്ച് പോരാനായിട്ട്. നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ മെറൂൺ കളർ ബീഡ്സും നമ്മളെ നോർമൽ റൗണ്ട് ബീഡ്സും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒത്തിരി ഗ്യാപ്പിട്ട് മാത്രം കൊടുത്താൽ മതി, അടുത്തായിട്ട് കൊടുക്കണ്ട. നമുക്ക് നന്നായിട്ട് ഗ്യാപ്പിട്ട് മാത്രം കൊടുത്താൽ മതി. ഇതുപോലെ ഗോൾഡൻ കളർ ബീഡ്സും മെറൂൺ ബീഡ്സും നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലും ഷുഗർ ബീഡാണ് വെക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിന് തന്നെയാണ് ഫുള്ള് ചെയ്ത് പോരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് യോക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. യോക്ക് 14 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യോക്ക് ഫുള്ളും ഇതുപോലെയുള്ള ഫ്ലവേഴ്സും ചെയ്യുക. ബാക്കി വരുന്ന ഏരിയസിൽ സ്പ്രെഡിങ് പോലെ ഷുഗർ ബീഡ്സും ഇടയ്ക്ക് മാത്രം ഗോൾഡൻ റൗണ്ട് ബീഡും നമ്മുടെ മെറൂൺ കളർ റൗണ്ട് ബീഡും കൊടുത്തു പോരുക കേട്ടോ. അപ്പോൾ ഫുള്ളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. പറഞ്ഞല്ലോ, റിംഗ് നോട്ട് ഫ്ലവറും ഷുഗർ ബീഡ്സും ഇടയ്ക്ക് മാത്രം ഗോൾഡൻ ബീഡും മെറൂൺ കളർ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ 2 സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാം. സ്ലീവിൽ 2 ഇഞ്ച് ബോർഡർ ആയിട്ട് ചെയ്തെടുക്കാം. മേളിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ്ങും ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ്, അടിപൊളി ഒരു യോക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.